بسم الله الرحمن الرحيم. قال الإمام السعدي رحمه الله: الحديث الثامن والعشرون 28ാമത്തെ حديث. عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: إن الدين يسر ولن يشاد الدين أحد إلا غلبه فسددوا وقاربوا وابشروا واستعينوا بالغدوة والروحة وشيء من الدلجة. متفق عليه. وفي لفظ: والقسط القسط تبلغوا. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇന്നദ്ദീന യുസ്ർ, തീർച്ചയായും ദീൻ എളുപ്പമാണ്. ദീനുൽ ഇസ്ലാം ഹുവ ദീനുൽ യുസ്ർ. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് യുസ്റിന്റെ ദീനാണ്, എളുപ്പമുള്ള ദീനാണ്, എളുപ്പമാക്കുന്ന ദീനാണ്. വലൻ യുഷാദ്ദദ്ദീൻ അഹദുൻ ഇല്ലാ ഗലബ, ആരെങ്കിലും ആ ദീനിനെ തീവ്രതയുള്ളതാക്കിയാൽ ആ ദീൻ അവനെ അതിജയിക്കും. ദീനിനെ അതിജയിക്കാൻ അവന് സാധിക്കുന്നതല്ല, ദീൻ അവനെ അതിജയിക്കും. ഫസദ്ദിദു വഖാരിബു വബിശിറു. അതുകൊണ്ട് സദ്ദിദു, നിങ്ങൾ മധ്യമമായ നിലപാട് സ്വീകരിക്കുക ഇബാദത്തിൽ. ഫസദ്ദിദു, ഇനി അതിന് സാധിക്കില്ലെങ്കിൽ വഖാരിബു, ആ മധ്യമമായ നിലപാടിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ അടുക്കുക, അതിലേക്ക് ഏറ്റവും അടുത്ത മാർഗം സ്വീകരിക്കുക. വബിശിറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാകുക. വസ്തഈനു ബിൽ ഗദ്വതി വറൗഹ. വസ്തഈനു, നിങ്ങൾ അല്ലാഹുവിനോട് അഭയം തേടുക, അള്ളാഹുവിന്റെ സഹായം തേടുക. വസ്തഈനു, അള്ളാഹുവിന്റെ സഹായം തേടുക. ബിൽ ഗദ്വ, പ്രഭാതത്തിൽ, രാവിലെ. വറൗഹ, അതുപോലെ വൈകുന്നേരം. വശൈഇൻ മിനദ് ദുൽജ, അത് രാത്രിയുടെ ഒരു ഭാഗം. ഈ മൂന്ന് സമയത്ത് നിങ്ങൾ അല്ലാഹു തആലയോട് സഹായം തേടുക. ദീനുൽ ഇസ്ലാം ഹുവ ദീനുൽ യുസ്ർ. وقد حث النبي صلى الله عليه وسلم على ملازمة الرفق في الأعمال والاقتصار على ما يطيقه العامل. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നത് അള്ളാഹുവിന്റെ ദീൻ അത് എളുപ്പമുള്ള ദീനാണ്. അതേപോലെ തന്നെ അമലുകളിൽ റിഫ്ക് പാലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുന്നു. അമലുകൾ ചെയ്യുമ്പോൾ, ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൽ സൗമ്യത കാണിക്കുക. ഒരു മനുഷ്യൻ എന്താണോ സാധ്യമായിട്ടുള്ളത്, അവനെ കൊണ്ട് സാധിക്കുന്നത്, അതിൽ അവൻ പരിമിതപ്പെടുത്തുക, അതിൽ തുടർന്നു കൊണ്ടുപോവുക. വഅന്ന മൻ ഷാദ്ദദ്ദീൻ, ആരാണോ ദീനിനെ കഠിനമാക്കുന്നത്, തീവ്രതയുള്ളതാക്കുന്നത്, തഅമ്മഖ വൻഖത വഗലബഹുദ്ദീൻ വഖഹറ, ആ ദീൻ അവൻ അതിജയിക്കും, ആ ദീൻ അവനെ കീഴ്പ്പെടുത്തും. ഇത് വളരെ വലിയൊരു അസ്ലാണ്, അടിസ്ഥാനമാണ്. ഇന്നദ്ദീന യുസ്റുൻ ഫഹുവ മുയസ്സറുൻ മുസഹ്ഹലുൻ ഫീ അഖാഇദിഹി വഅഖ്ലാഖിഹി. ദീൻ അതിന്റെ അഖീദയുടെ കാര്യത്തിലും വിശ്വാസപരമായ കാര്യങ്ങളിലും അഖ്ലാഖിന്റെ കാര്യത്തിലും, സ്വഭാവ മര്യാദകൾ, അതിന്റെ കാര്യത്തിലുമെല്ലാം സഹലാണ്, എളുപ്പമാണ്. അമലുകളുടെ കാര്യത്തിൽ എളുപ്പമാണ്. ഇനി ഉപേക്ഷകൾ വരുത്തേണ്ട കാര്യത്തിൽ അതും എളുപ്പമാണ്. അപ്പൊ ദീന് മൊത്തം യുസ്റാണ്. ثم وصى بالتسديد والمقاربة وتقوية النفوس بالبشارة بالخير وعدم اليأس. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തു തസ്ദീദ്, അതായത് അതിന്റെ പൂർണ്ണതയിലേക്ക് എടുക്കുക. അമലുകൾ ചെയ്യുമ്പോൾ, ഇബാദത്ത് ചെയ്യുമ്പോൾ
അതിന്റെ പൂർണ്ണതയിലേക്ക് അടുക്കുക. അതേപോലെ സ്വന്തം നഫ്സുകളെ ശക്തിപ്പെടുത്തുക. എങ്ങനെ? ബിൽ ബിഷാറത്തി ബിൽ ഖൈർ, ഖൈർ കൊണ്ടുള്ള സന്തോഷ വാർത്ത കൊണ്ട് നഫ്സുകൾക്ക് ഖുവത്ത് നൽകുക. ഇപ്പൊ തസ്ദീദ് എന്ന് പറഞ്ഞാൽ ഹുവൽ അമലു ബിൽ ഖസ്ദ്, ഉദ്ദേശപൂർവ്വം ചെയ്യുന്ന അമലുകളാണ്. വലാ യതഹമ്മലു മിൻഹാ മാ ലാ യുതീഖുഹു, ഒരുവന് സാധിക്കുന്നതല്ലാതെ അവൻ അതിൽ വഹിക്കേണ്ടതില്ല, അതിന്റെ ഭാരം ഒരുവൻ സാധിക്കുന്നതിന്റെ അപ്പുറം അവന് ചുമക്കേണ്ടതില്ല. വസദ്ദിദു വഖാരിബു ഐ ഇല്ലം തസ്തതിഉ അൽഅഖ്ദു ബിൽ അക്മൽ ഫഅമലു ബിമാ യഖറഉ മിൻഹു. അപ്പോൾ പൂർണ്ണമായി കൊണ്ട് ഏറ്റവും ആദ്യം സദ്ദിദു, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ ശ്രമിക്കുക. അതിന് സാധിക്കില്ലെങ്കിൽ ഫഅമലു ബിമാ യഖറഉ മിൻഹു, അതിലേക്ക് അടുത്ത രീതിയിൽ, അതിലേക്ക് ഏറ്റവും അടുത്തത് എങ്ങനെയാണോ ആ രീതിയിൽ അവൻ അമൽ ചെയ്യാം. വഅബ്ശിറു, സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരാകുക. ബിസ്സവാബി അലൽ അമൽ വഇൻ ഖല്ല, അമലുകളുടെ പേരും അമലുകൾ ചെയ്തതിന്റെ പ്രതിഫലം അത് എത്ര കുറഞ്ഞു പോയതാണെങ്കിലും ശരി, അമലുകൾ എത്ര കുറവാണെങ്കിലും ശരി, അമലുകൾക്കുള്ള പ്രതിഫലത്തിന്റെ പേര് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരാകുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 സമയങ്ങളിൽ അല്ലാഹു തആലയോട് സഹായം തേടാൻ വേണ്ടി ഈ ഹദീസിലൂടെ കൽപ്പിച്ചു. അതായത് നമ്മുടെ അമലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായമുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അത് തസ്ദീദിലേക്ക് എത്തും, അതിനൊപ്പം ഏറ്റവും പൂർണ്ണതയിലേക്ക് എത്തും. അതിനും സാധിക്കില്ലെങ്കിൽ അതിന്റെ ഏറ്റവും അടുത്ത അവസ്ഥയിലേക്ക് എത്തും. വസ്തഈനു ബിൽ ഗദ്വതി വർ-റൗഹ വശൈഇൻ മിനദ്-ദുൽജ. വസ്തഈനു ബിൽ ഗദ്വ, ഗദ്വ എന്ന് പറഞ്ഞാൽ പ്രഭാതം, പ്രഭാതത്തിൽ നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക. അതുപോലെ വർ-റൗഹ, റൗഹ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, ആ സമയത്ത് അല്ലാഹുവിനോട് നിങ്ങൾ സഹായം തേടുക. വശൈഇൻ മിനദ്-ദുൽജ, ദുൽജ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഒരു ഭാഗം. ഫഹാദിൽ ഔഖാത്ത് അസ്സലാസ ഔഖാത്തുൽ അമലി വസ്സൈരി ഇലല്ലാഹ്, ഈ 3 സമയങ്ങൾ, രാവിലെ, വൈകുന്നേരം, അതുപോലെ തന്നെ രാത്രി, ഇത് അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാനുള്ള, അള്ളാഹുവിലേക്ക് അമലുകൾ പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഗദ്വ എന്ന് പറഞ്ഞാൽ അവ്വലു നഹാർ, പകലിന്റെ ഏറ്റവും ആദ്യ സമയം. റൗഹ എന്ന് പറഞ്ഞാൽ പകലിന്റെ ഏറ്റവും അവസാനത്തെ സമയം. വദ്ദുൽജ സൈറു ആഖിറിൽ ലൈൽ, രാത്രിയുടെ അവസാനം, അതാണ് ദുൽജ, രാത്രിയുടെ അവസാന ഭാഗം, 3-ൽ 3-ാമത്തെ ഭാഗം. സൈറു ആഖിറിൽ ലൈലി മഹ്മൂദുൻ ഫീ സൈരി ദുനിയ ബിൽ അബ്ദാൻ, അപ്പൊ ദുനിയാവിൽ ആ സമയത്ത് സഞ്ചരിക്കുക എന്നുള്ളത് മഹ്മൂദാണ്, സ്തുതിക്കപ്പെട്ടതാണ്. വഫീ സൈരിൽ ഖുലൂബി ഇലല്ലാഹി ബിൽ അഅമാൽ, അമലുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അവന്റെ കൽബ് യാത്ര ചെയ്യുക എന്നുള്ളത്, അതായത് ഇബാദത്തുകൾ കൊണ്ട് ആ സമയത്ത് അള്ളാഹുവിലേക്ക് മുന്നിടുക എന്നുള്ളത് സ്തുതിക്കപ്പെട്ടതാണ്. അപ്പൊ അവിടെ വശൈഇൻ മിനദ്-ദുൽജ എന്നാണ് പറഞ്ഞത്, അവസാന രാത്രിയിലെ ചെറിയൊരു ഭാഗം. നേരെ മറിച്ച് വദ്ദുൽജ, പൂർണ്ണമായി കൊണ്ട് ആ രാത്രി നിങ്ങൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞില്ല. അതെന്താണ്? തഖ്ഫീഫാണ്. ലിമശഖ്ഖത്തി അമലില്ലേ, രാത്രിയിൽ അമൽ ചെയ്യാനുള്ള പ്രയാസം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്ഫീഫ് നൽകിയതാണ്, ലഘൂകരിച്ചു തന്നതാണ്. وصدر هذا الكلام منه صلى الله عليه وسلم كأنه يخاطب مسافرا يقطع طريقه إلى مقصده. ഇത് ഏതുപോലെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രക്കാരനോട് സംസാരിക്കുന്നത് പോലെയാണ്. ഒരു യാത്രക്കാരൻ, അവന് യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. فنبهه على أوقات نشاطه التي يزكو فيها عمله فشبه الإنسان في الدنيا بالمسافر وكذلك هو على الحقيقة. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെയാണ്. لأن الدنيا دار انتقال وطريق إلى الآخرة, കാരണം ദുനിയാവ് എന്നത് ആഖിറത്തിലേക്കുള്ള ത്വരീഖാണ്.
ആഖിറത്തിലേക്കുള്ള പാതയാണ് ദുനിയാവ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു സമയം അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യാൻ, അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ് എന്നാണ് ഈ ഹദീസിലും 3 സമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ഇബാദത്ത് കൊണ്ട് സഹായം തേടുക. كذلك في هذا الحديث حث على الاقتصاد في العبادة. ഇബാദത്തുകൾ അത് ചുരുങ്ങിയ രീതിയിലാണെങ്കിൽ പോലും നിർവഹിക്കാനുള്ള പ്രോത്സാഹനം ഈ ഹദീസിലുണ്ട്. വഅദമുൽ ഗുലു വഅദമുത് തകല്ലുഫ്, അതിൽ ഗുലുവിലാകാതിരിക്കുക, പരിധി വിടാതിരിക്കുക. അതേപോലെ തന്നെ സ്വന്തം നഫ്സിന് തകല്ലുഫ് ഉണ്ടാക്കാതിരിക്കുക. തകല്ലുഫ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നഫ്സിന് കഴിയുന്നതിനപ്പുറം ചെയ്യാം. وأن المشروع للمؤمن أن يصلي ويتعبد نشاطه ولا يتكلف ولا يضر نفسه ولا يغلو لا في الصلاة ولا في غيرها. يقول جل وعلا قل ما أسألكم عليه من أجر وما أنا من المتكلفين. അപ്പോൾ അവൻ്റെ നഫ്സിന് സാധിക്കുന്ന ഇബാദത്തുകളാണ് അവൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നഫ്സിന് നശാത്ത് ഉണ്ടായിരിക്കുന്ന സമയത്ത്, നഫ്സിന് ഉത്സാഹം ഉന്മേഷം ഉണ്ടാകുന്ന സമയത്ത്, നേരെ മറിച്ച് അവൻ്റെ നഫ്സിനെ ഉപദ്രവമാകുന്ന രീതിയിലായിരിക്കരുത്. ആ കാര്യത്തിൽ അവൻ ഗുലുവിലാകാൻ പാടില്ല. നമസ്കാരത്തിലാകട്ടെ മറ്റ് ഇബാദത്തുകളിലാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും അതിന് എന്താക്കിയിട്ടില്ല, ചുമതലപ്പെടുത്തിയിട്ടില്ല. തകല്ലുഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഉണ്ടാക്കിയിട്ടില്ല. വമാ അന മിനൽ മുതകല്ലിഫീൻ ഖുൽ മാ അസ്അലുകും അലൈഹി മിൻ അജ്രിൻ വമാ അന മിനൽ മുതകല്ലിഫീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാൻ വേണ്ടി കൽപ്പിച്ചു. ഞാൻ മുതകല്ലിഫീങ്ങളിൽപ്പെട്ടവനല്ല. വയഖൂലു ജല്ല വഅല ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾ അല്ലാഹു തആലയെ നിങ്ങളുടെ ഇസ്തിതാഅത്ത് പോലെ നിങ്ങൾക്ക് സാധ്യമാകുന്ന രീതി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ويقول النبي صلى الله عليه وسلم هلك المتنطعون هلك المتنطعون هلك المتنطعون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുത്തനത്തിഊൻ, അവര് നശിച്ചിരിക്കുന്നു എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇയ്യാകും വൽ ഗുലൂ ഫിദ്ദീൻ, ദീനിൽ അതിര് കവിയുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലൂ ഫിദ്ദീൻ, തീർച്ചയായും നിങ്ങളുടെ മുമ്പുള്ളവർ, മുൻ സമുദായക്കാർ, അവര് നശിപ്പിക്കപ്പെട്ടത് ദീനിൽ അതിര് കവിഞ്ഞതുകൊണ്ടാണ്. വയഖൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഹാദ ദീന യുസ്റുൻ അല്ലാഹു ജഅലഹു യുസ്റ, തീർച്ചയായും ഈ ദീൻ എളുപ്പമുള്ളതാണ്. അത് അല്ലാഹു തആലയാണ് ആ ദീനിനെ എളുപ്പമുള്ളതാക്കിയത്. യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ വലാ യുരീദു ബികുമുൽ ഉസ്ർ, അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ് ഈ ദീന് കൊണ്ട്. നേരെ മറിച്ച് അവൻ പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. മാ ജഅലഹാ ഹനീഫതൻ സഅബ വലാകിന്നഹാ ഹനീഫതൻ സംഹ, ഈ ദീനിനെ, നേരായ ഋജുവായ ഈ മാർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസത്തിന്റെ മാർഗമാക്കിയിട്ടില്ല, നേരെ മറിച്ച് എളുപ്പത്തിന്റെ ദീനാക്കിയിട്ടുണ്ട്. അഹബ്ബുൽ അദിയാനി ഇലല്ലാഹ് അൽ ഹനീഫിയത്തു സംഹ ലൈസ ഫീഹാ മശഖ്ഖ, അള്ളാഹുവിന്റെ അടുക്കൽ ദീനുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദീൻ അത് അൽ ഹനീഫിയത്തു സംഹ എന്നതാണ്. നേരെ മറിച്ച് പ്രയാസത്തിന്റെ ദീനല്ല, എളുപ്പത്തിന്റെ ദീനാണ് അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടം. ولهذا قال صلى الله عليه وسلم إن هذا الدين يسر يعني ميسر ولن يشاد الدين أحد يعني يشادد واحد فاعل إلا غلبه واحد فاعل إلا غلبه الدين. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തീർച്ചയായും ഈ ദീൻ യുസ്റാണ്, എളുപ്പമാക്കപ്പെട്ടതാണ്, സഹലാക്കപ്പെട്ടതാണ്. ആരെങ്കിലും ആ ദീനിൽ തീവ്രത കാണിച്ചാൽ ആ ദീൻ അവൻ അത് ജയിക്കും.
അല്ലദീന അദ്ദീനു അഖ്വാ വദ്ദീനു വാസിഉ വഅമാലുഹു കസീറ. അല്ലാഹുവിന്റെ ദീൻ അത് ഏറ്റവും ശക്തമായ ദീനാണ്, അതേപോലെ വിശാലമായ ദീനാണ്, അതിന്റെ അമലുകൾ ഒരുപാടാണ്. فمن أراد أن يكلف نفسه بكل شيء من المستحبات مع الفرائض تعب نفسه. ആരാണോ തന്റെ നഫ്സിനെ എല്ലാ മുസ്തഹബ്ബാത്തുകളും, അതായത് ഫർദിന്റെ കൂടെ എല്ലാ മുസ്തഹബ്ബാത്തുകളും കൊണ്ട് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ നിലക്ക് അതിനെ ബുദ്ധിമുട്ടിക്കുന്നത്, തീർച്ചയായും അവൻ സ്വന്തം നഫ്സിനെ ക്ഷീണിപ്പിക്കുന്നവനാണ്. വലാകിൻ യഖുദു മാ തയസ്സർ, അവൻ എന്താണോ എളുപ്പമായിട്ടുള്ളത് അതവൻ ആ മുസ്തഹബ്ബാത്തുകളിൽ നിന്ന് സ്വീകരിക്കണം. ഇപ്പോ യസൂം ഇദാ തയസ്സറ നാഫില, നാഫിലായ നോമ്പ് എടുക്കാൻ അവന് സാധിക്കുകയാണെങ്കിൽ ആ നോമ്പെടുക്കുക. യസൂമുൽ ഇസ്നൈൻ യസൂമുൽ ഖമീസ്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുക. യസൂം സലാസത അയ്യാമിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പെടുക്കുക. യസൂം വയുഫ്തിർ യൗമൻ, ഒരു ദിവസം നോമ്പെടുക്കുക, ഒരു ദിവസം നോമ്പ് മുറിക്കുക. ബിഹസ്ബി തൈസീർ ഔ ലാ യസൂം ബിൽ കുല്ലിയ ഇല്ലൽ ഫരീദ, ഫർളായ നോമ്പല്ലാതെ എല്ലാ ദിവസവും നോമ്പെടുക്കാൻ പാടില്ല. വഹാകദ സ്വലാ, അതേപോലെ തന്നെ നമസ്കാരം. യുസല്ലി അൽ ഫറായിദ്, ഫർളായ നമസ്കാരങ്ങൾ നിർവഹിക്കണം, നമസ്കരിക്കണം. അതേപോലെ വമാ തയസ്സറ മഅഹ മിനൻ നവാഫിൽ മിൻ ദൂനി തകല്ലുഫ്, അതേപോലെ മുസ്തഹബായ സുന്നത്തായ നമസ്കാരങ്ങൾ തകല്ലുഫില്ലാതെ, നഫ്സിന് പ്രയാസമില്ലാതെ. വഹാകദ സ്വദഖ, അതേപോലെ തന്നെ സ്വദഖ ചെയ്യൽ. വഹാകദൽ ഹജ്ജ് വഹാകദ സിയാം ഇലാ ഗൈരി ദാലിക, ബാക്കിയുള്ള അമലുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരുവൻ എന്താണോ എളുപ്പമായിട്ടുള്ളത് അതവൻ സ്വീകരിക്കണം. വലൻ യുശാദ്ദ ദീന അഹദുൻ ഇല്ലാ ഗലബ ഫസദ്ദിദു വഖാരിബു വഅബ്ശിറു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ വാജിബാക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് അതിന്റെ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് അവൻ എത്താൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ അടുത്ത് വരെ ചെയ്യും. വൽഹദറു മിന സിയാദ വൽ ഗുലു, അതില് ഓവറാക്കുന്നതും അതുപോലെ തന്നെ അതിര് കവിയുന്നതും സൂക്ഷിക്കുക. വഅബ്ശിറു ബിൽ അജ്രിൽ അദീം, അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുന്നവനായി ആ കാര്യത്തിൽ സന്തോഷവാർത്ത അറിയിക്കപ്പെടുന്നവനാകുക. إلهنا سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك.